എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്ലസ് ടുവിലെ റിവിഷൻ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വേവ് ഓപ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിനകത്തിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിക്കണം, ഇല്ലേ? അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡീബ്രോഗ്ലീസ് റിലേഷൻ, ലാംഡ ഇസ് ഈക്വൽ ടു h/p, ഡീബ്രോഗ്ലീസ് റിലേഷൻ, ഡീബ്രോഗ്ലീസ് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്, അല്ലേ? അതുപോലെ തന്നെ വേവ് തിയറിയുടെ ഡീമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കുക. അതുപോലെ ഫോട്ടോൺസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചാൽ അതിനകത്ത് നിന്ന് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലൈറ്റ് മീറ്റേഴ്സ് ഇൻ ഫോട്ടോഗ്രാഫിക് ക്യാമറാസ് മേക്ക് യൂസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന്? ക്വസ്റ്റ്യൻ ബി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ? ക്വാർട്സ്, സീസിയം, ജെർമേനിയം, സിലിക്കൺ. ക്വസ്റ്റ്യൻ സി, represent graphically the variation of photoelectric current with the intensity of incident radiation. Question D, red light however bright cannot produce emission of photoelectric effect from a clean zinc surface, but even a weak ultraviolet radiation can do. Do you agree with the statement? Why? നമ്മുടെ ഒന്നാമത്തെ അല്ലെങ്കിൽ എ ക്വസ്റ്റ്യനിലേക്ക് പോകും. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? അതായത് മെറ്റൽ സർഫസിൽ ലൈറ്റോ ഏതെങ്കിലും റേഡിയേഷൻസോ ഒന്നൊക്കെ വന്ന് വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ദി ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ റേഡിയേഷൻസ് ലൈക്ക് അൾട്രാവയലറ്റ്, ഗാമാ റേസ് ഓർ ഈവൻ വിസിബിൾ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ബി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ? താഴെ പറയുന്നതിൽ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ക്വാർട്സ്, ജെർമേനിയം, സീസിയം, സിലിക്കൺ. സീസിയം ആണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. സാധാരണ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ്, അതായത് ആൽക്കലി മെറ്റൽസ്, അവരെയാണ് സാധാരണ വളരെ ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. കാരണം അവരുടെ ആറ്റോമിക് സൈസ് വളരെ കൂടുതലായതുകൊണ്ട് ഔട്ടർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ പെട്ടെന്ന് നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആണ് സാധാരണ കൂടുതൽ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ സീസിയം, ഇല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താണ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് സീസിയം. അതുകൊണ്ടാണ് സീസിയം കുറച്ചുകൂടെ ഫോട്ടോ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. ദെൻ സി, റെപ്രസെന്റ് ഗ്രാഫിക്കലി ദി വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, അല്ലേ? അതായത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വേരിയേഷൻ. അപ്പൊ ഇന്റൻസിറ്റി ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഷോർട്ട് ഫോം എഴുതിയാണ്. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കൂടുതൽ ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഉണ്ടാവും. കുറച്ച് ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ഇടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും കുറവായിരിക്കും. ഇതിനുള്ള ക്വസ്റ്റ്യൻ ഡി ഇതാണ്: red light however bright cannot produce emission of photo electrons from a clean zinc surface, but even a weak ultraviolet radiation can do. അല്ലേ? വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ലൈറ്റ്, അല്ലേ, അപ്പോൾ ഒരു സിങ്ക് മെറ്റലിന്റെ സർഫസിൽ വന്ന് വീണു, നല്ല ബ്രൈറ്റ് ആണ്, പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്നില്ല. പക്ഷേ വളരെ ഡിമ്മായിട്ടുള്ള വളരെ വീക്കായിട്ടുള്ള ഒരു അൾട്രാവയൽ റേഡിയേഷൻ ഈ സർഫസിൽ വന്ന് വീണു, എന്ത് നടന്നു? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്നു. ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. കാരണം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ മിനിമം ഒരു ഫ്രീക്വൻസി വേണം. അതിനെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. റെഡ് ലൈറ്റിനേക്കാളും ഫ്രീക്വൻസി കൂടുതലാണ് അൾട്രാവയലറ്റിന്, അല്ലേ? അപ്പോൾ അൾട്രാവയലറ്റ് ഡിം ആയിക്കോട്ടെ, പക്ഷേ ഫ്രീക്വൻസി റെഡിനേക്കാളും കൂടുതലല്ലേ, അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാം. പക്ഷേ റെഡ് ലൈറ്റിന് വലിയ ഇന്റൻസിറ്റി ഉണ്ടെങ്കിലും എന്താണ്, അതിന്റെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ എന്ത് നടക്കത്തില്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. കാരണം മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തിറക്കാൻ മിനിമം വേണ്ട എനർജി, അതാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വന്ന് വീഴുന്ന അല്ലെങ്കിൽ അത്രയും എനർജി കൊടുത്താൽ ഇതിനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഫോട്ടോന്റെ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് റെഡിന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെന്നില്ല വലിയ ബ്രൈറ്റ് ആണെങ്കിലും. പക്ഷേ അൾട്രാവയലറ്റിന് റേഡിയേഷൻ വളരെ ഡിം ആണെങ്കിൽ പോലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: To emit a free electron from a metal surface, a minimum amount of energy must be supplied. Question A, this energy is called dash. Question B, state 3 methods to supply this energy to the free electron. Question C, when light of frequency 7.21 into 10 raised to 14 Hz is incident on a metal surface, the maximum speed of the ejected electron is 6 into 10 raised to 5 meter per second. Calculate the threshold frequency for the metal. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ, മെറ്റൽ സർഫസിൽ ലൈറ്റ് ഒക്കെ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ അതിന് വേണ്ട ഒരു മിനിമം എനർജി വേണം, അല്ലേ?
ക്വസ്റ്റ്യനെ ദിസ് എനർജി ഈസ് കോൾഡ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ വേണ്ട മിനിമം എനർജിയാണ് ഏത്? വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ബി, സ്റ്റേറ്റ് 3 മെത്തേഡ്സ് ടു സപ്ലൈ ദിസ് എനർജി ടു ദി ഫ്രീ ഇലക്ട്രോൺ. അതായത് ഏതൊക്കെ എനർജി കൊടുത്തിട്ട് നമുക്ക് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്തിറക്കാം? അതായത് ഹീറ്റ് കൊടുക്കാം. അപ്പോൾ അതാണ് തെർമയോണിക് എമിഷൻ. തെർമയോണിക് എമിഷൻ. ഇനി ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് വെളിച്ചാടും. അതാണ് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ. പിന്നെ ലൈറ്റ് വന്ന് വീണാൽ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് വെളിച്ചാടും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് അല്ലേ. ഇനി നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ സി ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, when light of frequency 7.21 into 10 raised to 14 hertz is incident on a metal surface. ഒരു ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ് nu is equal to 7.21 into 10 raised to 14 hertz. ഇതൊരു മെറ്റൽ സർഫസിൽ വന്ന് ഇടിച്ചു അല്ലേ. Incident on a metal surface. The maximum speed of the ejector electron is 6 into 10 raised to 5 meter per second. അപ്പം ഈ മെറ്റൽ സർഫസിൽ ഈ റേഡിയേഷൻ വന്ന് ഇടിച്ചപ്പോൾ ഇലക്ട്രോൺസ് പുറത്ത് ചാടി. ഇനി പുറത്ത് ചാടിയ ഇലക്ട്രോണിന്റെ മാക്സിമം വെലോസിറ്റി നമുക്കറിയാം, വി മാക്സിമം എന്ന് കൊടുക്കാം. മാക്സിമം വെലോസിറ്റി ആണ് എത്രയാണ്? 6 into 10 raised to 5 meter per second. പുറത്ത് ചാടിയ ഇലക്ട്രോണിന്റെ മാക്സിമം വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഫോർ ദി മെറ്റൽ. ഈ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എടുക്കാം അല്ലേ. അതായത് കെ മാക്സ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഫംഗ്ഷൻ 50 ആണ് അല്ലേ. അപ്പം 50 നെഗറ്റീവ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. 50 ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് കെ മാക്സ്. എന്താണ് കെ മാക്സ്? മാക്സിമം കൈനറ്റിക് എനർജി. എല്ലാവർക്കും അറിയാവുന്നതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി ആയതുകൊണ്ട് മാക്സിമം സ്പീഡ് എടുക്കുക. അപ്പം വി മാക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, എച്ച് അറിയാം, ന്യൂ അറിയാം, എം ഇലക്ട്രോണിന്റെ മാസ് ആണ്, വി മാക്സിമം വെലോസിറ്റി ആണ്, എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 50 ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.63 ഇൻറ്റു 10 raised to minus 34. ഇനി വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ 7.21 ഇൻറ്റു 10 raised to 14 മൈനസ് ഹാഫ് ഇൻറ്റു ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു 10 raised to minus 31 വി മാക്സ് സ്ക്വയർ. ഇതാണ് മാക്സിമം വെലോസിറ്റി, അതിന്റെ സ്ക്വയർ 6 ഇൻറ്റു 10 raised to 5 ദി ഹോൾ സ്ക്വയർ അല്ലേ. നമ്മളിപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് ഫംഗ്ഷൻ ആണ്, എച്ച് ന്യൂ 0 അല്ലേ. അതാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, എച്ച് ന്യൂ 0 ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്, എച്ച് ന്യൂ 0 അല്ലേ. പക്ഷെ നമുക്ക് ശരിക്കും വേണ്ട ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അപ്പം ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇപ്പൊ ഏത് എച്ച് ന്യൂ 0 ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ 0 കിട്ടണമെങ്കിൽ എച്ചിന്റെ വാല്യൂ കൊണ്ട് നിങ്ങൾ ഈ ടേമിനെ എല്ലാം ഡിവൈഡ് ചെയ്യണം. അപ്പൊ എച്ചിന്റെ വാല്യൂ അറിയാമല്ലോ, 6.63 ഇൻറ്റു 10 raised to minus 34 അല്ലേ. അപ്പം ഇവിടെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് പോകും. ബാക്കി 7.21 ഇൻറ്റു 10 raised to 14 അല്ലേ, മൈനസ് ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുക 1/2 ഇൻറ്റു 9.1 ഇൻറ്റു 10 raised to minus 31 പിന്നെ 6 ഇൻറ്റു 10 raised to 5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 6.63 ഇൻറ്റു 10 raised to minus 30 അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക. ഇതിന്റെ ആൻസർ കിട്ടുന്നത് ഞാൻ എഴുതാൻ പോവാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഇതിന്റെ ആൻസർ ന്യൂ 0 ഈസ് ഈക്വൽ ടു 4.74 ഇൻറ്റു 10 raised to 11 ഹെർട്സ്. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മെൻ ബൈ ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ബി, which of the following is not a photosensitive material for visible light? Sodium, magnesium, rubidium, cesium. Write down Einstein's photoelectric equation and explain the symbols. അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ബി,
കുറേ മെറ്റൽസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഫോട്ടോ സെൻസിറ്റീവ് അല്ലാത്ത മെറ്റൽ ഏതാണ്? അപ്പം സോഡിയം, മഗ്നീഷ്യം, സീസിയം, റുബീഡിയം അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞാണ് ആൽക്കലി മെറ്റൽസിനാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടുതൽ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ മെറ്റൽസ് അല്ലേ? അപ്പോൾ സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്, മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ്, റുബീഡിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്, സീസിയം ഫസ്റ്റ് ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലാത്ത ആരേ ഉള്ളൂ? മഗ്നീഷ്യം ഉള്ളൂ. അപ്പം മഗ്നീഷ്യമാണ് ഫോട്ടോ സെൻസിറ്റീവ് അല്ലാത്ത മെറ്റൽ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. അവർക്ക് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. എന്നാൽ മഗ്നീഷ്യത്തിന് ഫോട്ടോ സെൻസിറ്റിവിറ്റി കുറവാണ്. പിന്നെ ഇതിന്റെ സി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദി സിമ്പിൾസ് അല്ലേ? ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണ്? Kmax is equal to hν minus phi0. ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അല്ലേ? Kmax എന്ന് പറഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി, H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, phi0 എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഫംഗ്ഷൻ അല്ലേ? ഇതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. നമ്മളൊരു മെറ്റൽ സർഫസിൽ കുറച്ച് റേഡിയേഷൻ വന്നു വീണാൽ അതിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അത് കാരണം പുറത്തിറങ്ങുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വന്നു വീഴുന്ന റേഡിയേഷന്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ hν is equal to Kmax plus phi0 എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പം പർട്ടിക്കുലർ എനർജി ഉള്ള റേഡിയേഷൻ വന്ന് ഒരു മെറ്റൽ സർഫസിൽ വീണ് അതിന്റെ എനർജി ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കൊടുക്കാനും ഉപയോഗിക്കും, പിന്നെ ഇലക്ട്രോണിനെ ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തിറക്കാനും ഉപയോഗിക്കും അല്ലേ? ഇതാണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറയുന്നത്. അടുത്തത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ് അല്ലേ? തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനെ മാറ്റർ വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക്. മാറ്റർ വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ആണോ? അല്ല, ഫോൾസ് ആണ്. കാരണം മാറ്റർ വേവ്സ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്തിൽ പാർട്ടിക്കിൾസ് ഒന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ അതൊരു മീഡിയം വേണ്ടാത്ത വേവ് ആണ് അല്ലേ? അത് റേഡിയേഷൻസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? മറ്റേത് മാറ്റർ വേവ്സ് എന്താണ്? അതിനകത്തിൽ പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺ ബീം, അതൊക്കെ പാർട്ടിക്കിൾ ഉള്ള വേവ്സ് ആണ്, അതാണ് മാറ്റർ വേവ്. ക്വസ്റ്റ്യൻ ബി, വെൻ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഡിക്രീസ്ഡ് ദി വെലോസിറ്റി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻക്രീസസ് അല്ലേ? അതായത് വന്നു വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടുമെന്ന് അല്ലേ? നമുക്കറിയാം വേവ് ലെങ്ത് കുറഞ്ഞ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും അല്ലേ? അപ്പം വന്നു വീഴുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടി എന്ത് സംഭവിക്കും? നമുക്കറിയാം Kmax എന്ന് പറഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു hν മൈനസ് phi0 എന്നാണ് അല്ലേ? അതായത് വന്നു വീഴുന്ന റേഡിയേഷന്റെ എനർജി ഒരു 10 ജൂൾ ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വെക്കുക അല്ലേ? അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഈ ഇലക്ട്രോണിനെ പുറത്തൊക്കെ എടുക്കാൻ വേണ്ട എനർജി 2 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ബാക്കി 8 ഇലക്ട്രോൺ വോൾട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലേ? അപ്പം കൈനറ്റിക് എനർജി കൂടിയാൽ സ്പീഡ് കൂടും. ഇനി വേവ് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടിയാൽ വന്ന റേഡിയേഷന്റെ എനർജി കൂടും. എനർജി കൂടിക്കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി, ആൽക്കലി മെറ്റൽസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആൽക്കലി മെറ്റൽസ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലേ? ശരിയാണ്, ട്രൂ ആണ്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ, നമുക്ക് ഫോക്കസ് ഏരിയ ഇല്ലാത്തൊരു പോർഷൻ ആണ്. ഡേവിസൺ ജർമർ എക്സ്പെരിമെന്റ് പ്രൂവ് ദി പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ പാർട്ടിക്കൽ നേച്ചർ പ്രൂവ് ചെയ്താരാണ്? ഡേവിസൺ ജർമർ എക്സ്പെരിമെന്റ് ആണ് ഇല്ലേ? ശരിയാണ്. നമുക്ക് പഠിക്കാനില്ലാത്തതാണ്, ഫോക്കസ് ഏരിയ ഇല്ലാത്തൊരു പോർഷൻ ആണ്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, given below is the graph between frequency nu of the incident light and maximum kinetic energy Ek of the emitted photoelectron അല്ലേ? അതായത് മാക്സിമം കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ എന്താണ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ, ഡിഫൈൻ ദി ടേം വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. വർക്ക് ഫംഗ്ഷനും ത്രെഷോൾഡ് ഫ്രീക്വൻസിയും ഡിഫൈൻ ചെയ്യുക. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തിറക്കാൻ ആവശ്യമായ ഏറ്റവും മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. പിന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് ദി മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സാധ്യതയില്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ മിനിമം ഒരു ഫ്രീക്വൻസി വേണം. അതിനെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടും ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു. ഇനി പിന്നെ നമുക്ക് പറഞ്ഞത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫംഗ്ഷൻ ഫ്രം ദി ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും എന്താണ്
ത്രെഷോൾഡ് ഫ്രീക്വൻസി വർക്ക് ഫംഗ്ഷനും കണ്ടുപിടിക്കാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എടുക്കാൻ പോകുന്നു. അപ്പം കെ മാക്സിന് വരെ ഇ കെ എന്നാണ്. ഇവിടെ മാക്സിമം കൈനറ്റിക് ഇ കെ അല്ലേ, അതുകൊണ്ട് ഇ കെ എന്ന് എഴുതുക. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ 50 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ആണ്, എച്ച് ന്യൂ 0 എന്ന് എഴുതാം. നമ്മൾ ഇതിനെ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുള്ള y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ സിമിലർ ആണ്. അപ്പം y ആക്സിസിൽ ഇ കെ കൈനറ്റിക് എനർജി, ഇവിടെ കൈനറ്റിക് എനർജിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ന്യൂ, ശരിയല്ലേ, എക്സ് ആക്സിൽ ഫ്രീക്വൻസി ന്യൂ, എക്സിന് വരെ ന്യൂ. അപ്പൊ എക്സിനോടൊപ്പം ഇരിക്കുന്ന ആൾ എം സ്ലോപ്പ് ആണ്. അപ്പൊ ഇവിടെ എക്സിനോടൊപ്പം ന്യൂവിനോടൊപ്പം ഇരിക്കുന്ന ആളാണ് എച്ച്. എച്ച് ആണ് ഇവിടുത്തെ സ്ലോപ്പ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടും. ശ്രദ്ധിച്ചോണം, നമ്മൾ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0യും അതുപോലെ തന്നെ ഫ്രീക്വൻസി നമ്മളൊരു ഗ്രാഫ് വരച്ചു. അപ്പോഴത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ h/e ആയിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ല, മാക്സിമം കൈനറ്റിക് എനർജിയാണ്. അതായത് ഈ V0 ആണ് കൈനറ്റിക് എനർജി. അപ്പോൾ ആ ഒരു ഇയുടെ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ എടുത്തത്. ഇനി സി എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ y ആക്സിൽ എവിടെ ചെന്ന് ടച്ച് ചെയ്യും, ആ സ്ഥാനത്ത് ഇവിടെ 50 ആണ്, വർക്ക് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കാണാൻ എളുപ്പമാണ്. ഈ ഗ്രാഫ് y ആക്സിൽ എവിടെ ചെന്നാണോ മുട്ടുന്നത് അതാണ് വർക്ക് ഫംഗ്ഷൻ അല്ലേ. അപ്പം വർക്ക് ഫംഗ്ഷൻ 50 ഈസ് ഈക്വൽ ടു അല്ലെ, എവിടെ ചെന്നാ മുട്ടുന്നത് 4. ഇത് ഇലക്ട്രോൺ വോൾട്ടിലാണ്, 4 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് വർക്ക് ഫംഗ്ഷൻ. ഇനി ജൂളിലാക്കണമെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 ഇൻറ്റു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹. അപ്പൊ ഇതാണ് ജൂളിലുള്ള വാല്യൂ അല്ലേ. ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പം വർക്ക് ഫംഗ്ഷൻ 50 ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 ആണ്. ഈ ന്യൂ 0 ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ന്യൂ 0 ഈസ് ഈക്വൽ ടു 50/h എന്ന് ചെയ്താൽ മതി. 50/h. അപ്പോൾ 50 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ 4 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡ് ബൈ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാണ് 6.63 ഇൻറ്റു 10⁻34 അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ എഴുതാം. ആൻസർ ഇതാണ് 9.6 ഇൻറ്റു 10⁻14 ഹെർട്സ് അല്ലേ. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അതിന്റെ എക്സ്പ്ലനേഷൻ ആ പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 6th ക്വസ്റ്റ്യൻ. ദി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. From Bohr postulates of quantization of angular momentum, arrive at an expression for the wavelength of an orbital electron. Comment of the result. അല്ലേ, അതായത് നമ്മൾ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ നിന്നും ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലേ. അപ്പം ഡി ബ്രോഗ്ലി പറഞ്ഞത് ഒരു ഓർബിറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്തുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മുടെ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആംഗുലാർ മൊമെന്റം L ഈസ് ഈക്വൽ ടു n ഇൻറ്റു h/2π അല്ലേ. ഇതാണ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അങ്ങനെയുള്ള ഷെല്ലിലൂടെ മാത്രമേ ആംഗുലാർ മൊമെന്റ് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഷെല്ലുകളിലൂടെ മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആംഗുലാർ മൊമെന്റ് L ഈസ് ഈക്വൽ ടു mvr എന്ന് എഴുതാം. ആംഗുലാർ മൊമെന്റ് L ഈസ് ഈക്വൽ ടു mvr. അതായത് ആംഗുലാർ മൊമെന്റ് ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻറ്റു പൊസിഷൻ വെക്ടർ എന്നാണ്. ലീനിയർ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ആർ എന്ന് എഴുതും അല്ലേ. അതാണ് എല്ലിന് വരെ mvr എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം nh/2π അല്ലേ. അപ്പോൾ ഞാൻ ഈ 2π മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം 2πr ഈക്വൽ ടു nh/mv. ഇനി ഈ m ഇൻറ്റു v മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം ആണ്. അപ്പം 2πr ഈസ് ഈക്വൽ ടു n ഇൻറ്റു h/p. ഇനി h/p ഈസ് ഈക്വൽ ടു ലാംഡ. അതാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലീസ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ആ h/pക്ക് ഒരു ലാംഡ കൊടുക്കുക. അപ്പം 2πr ഈസ് ഈക്വൽ ടു n ലാംഡ അല്ലേ. ഇതാണ് എന്താണ് ഡി ബ്രോഗ്ലീസ് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഇതാണ് ഡി ബ്രോഗ്ലീസ് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ് അല്ലേ. അതായത് ഒരു ഓർബിറ്റ് സ്റ്റേഷനറി ആകണമെങ്കിൽ അതിന്റെ സർക്കംഫറൻസിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്തുകൾ വേണം അല്ലേ. അപ്പൊ അതിന്റെ റേഡിയസ് ആണ്, ആ ഷെല്ലിന്റെ റേഡിയസ് ആണ്. അപ്പൊ സർക്കംഫറൻസ് 2πr.
അവിടെ n ലാംഡ വേവ്സ് ആണ്. ചിലപ്പം 10 വേവ് ആയിരിക്കും, ചിലപ്പം 15 ആയിരിക്കും, ഒരിക്കലും 1.5 വേവ്സോ അങ്ങനെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് അല്ലാത്ത വേവ്സ് വരത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡി ബ്രോഗ്ലീസ് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ് എന്ന് പറയും. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോട്ടോൺ ഈസ് എ ക്വാണ്ട ഓഫ് ലൈറ്റ്. ക്വസ്റ്റ്യൻ എ, ഹു ഇൻട്രൊഡ്യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോൺ? ക്വസ്റ്റ്യൻ ബി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ആൻഡ് എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അല്ലേ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോൺ? ഫോട്ടോൺ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. ദെൻ ക്വസ്റ്റ്യൻ ബി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ആൻഡ് എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അല്ലേ, അതായത് നമ്മൾ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ എനർജിയും ഒക്കെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എങ്ങനെ എന്താണ് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ വന്നു വീണാൽ എന്ത് സംഭവിക്കും? അതായത് കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റ് റേസ് കാണും അവിടെ. അല്ലെ, കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ വന്നു വീണാൽ കൂടുതൽ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തിറക്കും. അല്ലെ, എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ഇൻ യൂണിറ്റ് ടൈം ഓർ ഫ്രം യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്ന് ഒരു യൂണിറ്റ് ടൈമിൽ പുറത്തിറങ്ങുന്ന ഈ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അല്ലെ, അപ്പം 10 റേസ് വന്നാൽ അല്ലെങ്കിൽ 4 റേസ് വന്നാൽ അല്ലെങ്കിൽ 5 റേസ് വന്നാൽ 5 ഇലക്ട്രോൺസ് പുറത്തിറങ്ങും. 10 റേസ് വന്നാൽ 10 ഇലക്ട്രോൺസ് പുറത്തിറങ്ങും. അല്ലെ, അപ്പം വന്നു വീഴുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ 10 ഫോട്ടോൺ വന്നാൽ 10 ഇലക്ട്രോൺസ് പുറത്തിറങ്ങും. അപ്പം കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്നു വീണാൽ കൂടുതൽ ലൈറ്റ് റേസ് വരും അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോൺസ് വരും. അതുകൊണ്ട് അതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ, മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറും കൂടും. ഇനി വന്നു വീഴുന്ന ഫോട്ടോണിന്റെ എനർജി കൂടിയാലോ? അല്ലെ, ഇപ്പം ഒരു 10 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു റേഡിയേഷൻ വന്നു, ഒരു ഫോട്ടോൺ വന്നു വീണു. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഇലക്ട്രോണിന്റെ പുറത്തിറങ്ങാൻ ചിലപ്പം വേണ്ട മിനിമം എനർജി 4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പം ബാക്കി 6 ഇലക്ട്രോൺ വോൾട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇനി വന്നു വീഴുന്ന ഫോട്ടോണിന്റെ എനർജി 20 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ 4 ഇലക്ട്രോൺ വോൾട്ട് മതി ഇതിന് പുറത്തിറങ്ങാൻ വർക്ക് ഫംഗ്ഷൻ. ബാക്കി അപ്പോൾ 16 ഇലക്ട്രോൺ വോൾട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. അല്ലെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. കൂടുതൽ എനർജി ഉള്ള ഫോട്ടോൺസ് വന്നു വീണാൽ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള, കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അല്ലാതെ അതിന്റെ നമ്പർ കൂടത്തില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടത്തില്ല. അല്ലേ, അപ്പം ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടണമെങ്കിൽ കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്ന് ഫോൾ ചെയ്യണം. അല്ലേ, കൂടുതൽ എനർജി ഉള്ള ലൈറ്റ് വന്ന് വീണാൽ, എനർജി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് വന്ന് വീണാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടത്തില്ല. പക്ഷെ പുറത്തിറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അക്കോർഡിംഗ് ടു വേവ് നേച്ചർ ഓഫ് മാറ്റർ ദർ ഈസ് എ വേവ് അസോസിയേറ്റഡ് വിത്ത് എവരി മെറ്റീരിയൽ ബോഡി. Question A, what is the wavelength of electron when it is accelerated by a voltage of 54 volt? ഇത് നമ്മുടെ ഫോക്കസ് ഏരിയ വിട്ടുള്ളൊരു പോർഷൻ ആണ്, എന്നാലും എളുപ്പം ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 54 വോൾട്ട് കൊടുത്തിട്ട് ഒരു ഇലക്ട്രോണിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് എത്ര ആയിരിക്കും? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം ഒരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിച്ച ഇക്വേഷൻ, വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു √150/v. ആംസ്ട്രോങ് യൂണിറ്റിലായിരിക്കും ഈ ആൻസർ കിട്ടും. ആംസ്ട്രോങ് യൂണിറ്റിലായിരിക്കും ഈ ആൻസർ കിട്ടുന്നത്. പെട്ടെന്ന് ചെയ്യാം. അപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് 54 വോൾട്ട് കൊടുക്കുമ്പോൾ ഉള്ള വേവ് ലെങ്ത് ആണ്. അപ്പം വിക്ക് വരെ 54 √150/54 സീക്വൽ ടു, ഇതിന്റെ ആൻസർ ഞാൻ എഴുതാം 1.66 ആംസ്ട്രോങ് യൂണിറ്റ്. അല്ലേ, അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പൊട്ടൻഷ്യൽ തന്നിട്ട് അത് കൊടുത്തിട്ട് ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ ആണിത്, √150/v. എളുപ്പം നമുക്ക് ഓർത്ത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലേ, അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഡേവിസൺ ജർമർ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. അത് നമുക്ക് പഠിക്കേണ്ടതാണ്. അതിനകത്ത് നിന്ന് വരുന്ന ഇക്വേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ബി, മെൻഷൻ എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് വേവ് ആൻഡ് മാറ്റർ വേവ്. ലൈറ്റ് വേവും മാറ്റർ വേവും തമ്മിലുള്ള ഏതെങ്കിലും 2 ഡിഫറൻസുകൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. അതായത് ആദ്യം നമുക്ക് ലൈറ്റ് വേവ് നോക്കാം. ലൈറ്റ് വേവ് ഈസ് വിസിബിൾ ടു ഹ്യൂമൻ ഐ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ലൈറ്റ് വേവ്. അല്ലെ, മാറ്റർ വേവ് ഈസ് നോട്ട് വിസിബിൾ ടു ഹ്യൂമൻ ഐ. അല്ലെ, അതായത് ഹ്യൂമൻ ഐ ഉപയോഗിച്ച് കാണാൻ പറ്റത്തില്ല മാറ്റർ വേവ്. അല്ലെ, ഇലക്ട്രോൺ ബീം അതൊരു മാറ്റർ വേവ് ആണ്. അല്ലെ, അപ്പം മാസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നതാണ് ഈ മാറ്റർ വേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് വേവിന്റെ മറ്റൊരു പ്രത്യേകത, ലൈറ്റ് വേവ് ക്യാൻ പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. അല്ലെ, ലൈറ്റ് വേവിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെ, എവിടെങ്കിലും ചെന്ന് വീണാൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും.
പക്ഷേ മാറ്റർ വേവ് cannot പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ മാറ്റർ വേവിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഓൾ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വിത്ത് ദി സെയിം എനർജി ആസ് ദി ഇൻസിഡന്റ് ഫോട്ടോൺസ്. വൈ? അതായത് നമ്മളൊരു മെറ്റൽ സർഫസിൽ ഒരു ഫോട്ടോണിനെ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു. അതിന്റെ എനർജി 10 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വെച്ചു. പക്ഷെ ഒരിക്കലും ഇത് കാരണം പുറത്തു വരുന്ന ഇലക്ട്രോണിന്റെ എനർജി 10 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം കുറച്ച് എനർജി മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഇലക്ട്രോൺ വേണം. അതിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ബാക്കി മാത്രമേ ഇത് കൈനറ്റിക് എനർജി ആയിട്ട് കാണത്തുള്ളൂ, അല്ലേ? ഇപ്പം 2 ഇലക്ട്രോൺ വോൾട്ട് ആണ് വർക്ക് ഫംഗ്ഷൻ എങ്കിൽ ബാക്കി 8 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ കാണത്തുള്ളൂ കൈനറ്റിക് എനർജി ആയിട്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വന്ന് വീഴുന്ന, അതായത് ഇൻസിഡന്റ് റേഡിയേഷന്റെ അതേ എനർജി ഒരിക്കലും പുറത്തു വരുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് കാണത്തില്ല. അടുത്തത് നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എ: വാട്ട് ഈസ് ദി ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്? അല്ലെ, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് നമുക്കറിയാം, അല്ലെ? അപ്പം ഡി ബ്രോഗ്ലി പറഞ്ഞ എന്താണ്? ഒരു മാറ്ററുമായിട്ട് അസോസിയേറ്റ് ഇരിക്കുന്ന വേവിനെ കുറിച്ചാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്, അല്ലെ? ഡി ബ്രോഗ്ലീസ് റിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചാണ്. ദെൻ ക്വസ്റ്റ്യൻ ബി: റൈറ്റ് ദി ഫോർമുല ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അല്ലെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ ഏതാണ്? ലാംഡ ഇസ് ഈക്വൽ എച്ച് ബൈ പി എന്നോ അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ എച്ച് ബൈ എം വി എന്ന് എഴുതാം. മൊമെന്റോ എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ഇല്ല, അങ്ങനെ എഴുതാം. ഇതിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻ സി ഇതാണ്: കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട്. 100 വോൾട്ട് കൊടുത്ത് ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചു. അതിനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണ്? മുമ്പേ പറഞ്ഞ ഇക്വേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു റൂട്ട് 150 ബൈ വി. ഇതാണ് ഇക്വേഷൻ. ഇത് ആംസ്ട്രോങ് യൂണിറ്റിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് 100 വോൾട്ട് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് റൂട്ട് 150 ബൈ 100, അല്ലെ? അപ്പോൾ എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. റൂട്ട് 3/2, അല്ലെ? അപ്പം ഇത് റൂട്ട് 3/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.22 ആംസ്ട്രോങ് യൂണിറ്റ്. 1.22 ആംസ്ട്രോങ് യൂണിറ്റ്, അല്ലെ? അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇത് ശരിക്കും ഫോക്കസ് ഏരിയയിലുള്ളതല്ല, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചാൽ അഥവാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. ഇതിനും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.